ഹലോ അസ്സാം വലൈക്കും. മുഴുസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞായറാഴ്ചത്തെ വിശേഷം കേട്ടോ. ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ചിലപ്പോൾ തിങ്കളാഴ്ച ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ടൈം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇന്ന് പീരാഞ്ചിറ മദ്രസിലെ കുട്ടികളെ നബിദിന പരിപാടിയാണ്. അപ്പോൾ നമ്മളെ കടൻ്റെ അവിടുന്ന് നമ്മൾ എന്തെങ്കിലും കൊടുക്കാറുണ്ട്, മുട്ടായിയാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് പായസം കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പായസം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കടയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കൊടുക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കൈനിക്കര നിബിദിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്ന് കാണാത്തരക്കൊന്ന് പോയി കാണാം കേട്ടോ. പിന്നെ ഡ്രസ്സിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു നമ്മുടെ ഡ്രസ്സിൻ്റെ ചാനൽ HSH വേൾഡ് നൈറ്റിയുടെ ചാനലും HSH വുമൺസ് ഫാഷൻ ചുരിദാറിൻ്റെ ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ സെലക്ട് ചെയ്താൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ പായസം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാറിയിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കുട്ടി വ്ളോഗാട്ടോ, വലിയൊരു വ്ളോഗൊന്നല്ലേ, ചെറുതായിട്ട് കുഞ്ഞു വ്ളോഗൊന്നും എടുക്കാൻ അത്ര സമയം ഉണ്ടാവില്ല. പിന്നെ അത്രയാണ്ട് ഒരു ടൈം കിട്ടുക. മറ്റേക്കൊക്കെ വീഡിയോ ഇട്ട് അതിലേക്ക് വീഡിയോ ഇടാനുള്ളൊരു സമയം കിട്ടാമല്ലോ. അപ്പോൾ പായസം റെഡി ആയിട്ട് നല്ല അടിപൊളി സേമിയ പായസമാണ്. പാലും സേമിയയും കൂടെ ഉള്ള നല്ല അടിപൊളി പായസമാണ്. അങ്ങനെ ഒക്കെ റെഡിയായി സെറ്റായി. ഞങ്ങൾ കടയ്ക്ക് പോയിട്ട് അവിടെ കൊണ്ടുവെക്കും. അപ്പോൾ ജാഥ വരുന്ന സമയത്ത്, ജാഥ തിരിച്ചു പോകുന്ന സമയത്താണ് ആ കടൻ്റെ അടുത്ത് കൂടെ വരിക. അപ്പോൾ ആ കൊടുക്കും. അതുകൊണ്ട് നബിദിനാല് ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കൈനിക്കര തന്നെ നമ്മളിപ്പോൾ മോൻ പഠിക്കുന്നിടത്തൊന്നും കൊടുക്കാത്തതിൻ്റെ കാരണം തന്നെ നമുക്ക് ആ നബിദിനാല് കാണാനും പറ്റില്ല. അതിൽ ഇവർ ഹസ്ബൻഡും മോനും മക്കളൊക്കെ പോകും. അപ്പോൾ അവർക്ക് പോകാനും പറ്റാത്തത് കൊണ്ടാണ്, റാലിക്ക് ഇവർ വീഡിയോ എടുക്കാനും കാണാനും പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ കൈനിക്കരൊന്നും കൊടുക്കാത്തത് കേട്ടോ. ചിലർക്ക് സംശയം കാണും. പിന്നെ നമ്മൾ പീരാഞ്ചിറ ആകുമ്പോൾ എന്താ വെച്ചാൽ, പീരാഞ്ചിറ ഇപ്പം നമ്മൾ മക്കളാരും പഠിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ കടൻ്റെ അവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പീരാഞ്ചിറയാണ് ഇവരെ വീട്, തറവാട് വീട്. നമ്മളിപ്പോൾ കൈനിക്കരക്ക് ഇങ്ങോട്ട് വീടുണ്ടാക്കി വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ വണ്ടി കൊട്ടവണ്ടി വന്നിട്ട് അതിലാണ് കൊണ്ടുപോകുന്നത്. നമ്മളെ സാധാ വണ്ടിയിലൊന്നും ചെമ്പ് കൊള്ളൂല, പിന്നെ കരിയൊക്കെയുള്ള ചെമ്പല്ല. അപ്പോൾ കൊട്ടവണ്ടിയിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ വെള്ളം കുറച്ച് വെള്ളം അങ്ങനെ അവിടെയൊക്കെ ഒരു ചൂട് കറിയാൻ വേണ്ടി അടിച്ചത് കേട്ടോ, ആ ചെമ്പ് വെക്കാൻ, അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കടയെത്തി ജാഥ വരുന്നത് കേട്ടോ. പായസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും വീഡിയോ ഇട്ടൊന്നും വെറുപ്പിക്കില്ല, എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരുള്ളൂ. ആ കുഞ്ഞു വീഡിയോ ആവുകയും ചെയ്യും. പായസമൊക്കെ കൊടുക്കാൻ ഭയങ്കര പാടാട്ടോ. നമ്മൾ ഒരു 14 ആളുണ്ടെങ്കിലും കൊടുത്ത് തീരൂല കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഇന്നത്തെ വീഡിയോ ഇനി കുറച്ച് പാട്ടും നബിദിനത്തിന് ചെറിയ റാലിയുടെ ഒരു ഭാഗം മുഴുവൻ വീഡിയോ എടുക്കാനില്ല, ഒരു ഭാഗം കാണിക്കണുള്ളൂ കേട്ടോ. റാലിയുടെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. റാലിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതിലിടുന്നുണ്ട് കേട്ടോ.